നമസ്കാരം. പോലീസിനെതിരെ സംസാരിക്കുന്ന CPM-കാർ സൂക്ഷിക്കുക. നിങ്ങൾക്ക് പാർട്ടിയിൽ പദവിയുണ്ടെങ്കിൽ അത് നഷ്ടമാകും. 2 മാസം മുൻപ് പോലീസിനെതിരെ പ്രസ്താവന നൽകിയ ഇടുക്കി വണ്ണപ്പുറത്തെ CPM ലോക്കൽ സെക്രട്ടറിയെ മാറ്റിയത് CPM-കാർക്ക് പാഠമാണ്. കണ്ടത് പറയാതിരിക്കുക, പണിയുറപ്പ്. CPM അനുഭാവിയുടെ കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് കാളിയാർ പോലീസിനെ സമീപിച്ച ലോക്കൽ സെക്രട്ടറി ഷിജോ സെബാസ്റ്റ്യനാണ് പദവി നഷ്ടമായത്. ഓഗസ്റ്റിലായിരുന്നു ഈ സംഭവം. എന്നാൽ നിലവിൽ പല CPM നേതാക്കളും പോലീസിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പഴയ കഥയും ചർച്ചയാകുന്നത്. പോലീസിൽ നിന്നും മോശം അനുഭവം ഉണ്ടായത് പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും ഉന്നയിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ ഷിജോ നിലകൊള്ളുകയാണെന്ന നിലപാടാണ് പാർട്ടിയുടെ മേൽഘടകം എടുത്തത്. സംസ്ഥാന നേതൃത്വവും ഇത് ഗൗരവത്തിലെടുത്തു. ഇതിനിടെ പ്രാദേശിക നേതൃത്വം കടുത്ത നിലപാടിലേക്ക് മാറി. ഷിജോ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് നിരീക്ഷിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് ഷിജോയെ അച്ചടക്ക നടപടിയുടെ പേരിൽ സ്ഥാനത്ത് നിന്ന് മാറ്റുകയായിരുന്നു. പോലീസുകാർക്കൊന്നും സംഭവിച്ചതുമില്ല. ഭർത്താവ് ഭാര്യയെയും ഭാര്യയുടെ അമ്മയും മർദ്ദിച്ച കേസിലാണ് ഇടപെട്ടത്. മർദ്ദനമേറ്റ വീട്ടുകാർ കാളിയാർ പോലീസിൽ പരാതി നൽകി. കേസെടുക്കണമെന്ന സ്ത്രീകളുടെ ആവശ്യം കാളിയാർ CI അംഗീകരിച്ചില്ല. തുടർന്നാണ് ലോക്കൽ സെക്രട്ടറി ഷിജോ വിഷയത്തിൽ ഇടപെട്ടത്. എന്നിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല. സ്റ്റേഷനിൽ വെച്ച് ഷിജോയോട് മോശമായി പെരുമാറിയെന്നും ആരോപണമുണ്ട്. പിന്നീട് DYSPക്ക് പരാതി നൽകിയപ്പോഴാണ് കേസെടുത്തത്. ഇതിന് പിന്നിലും ലോക്കൽ സെക്രട്ടറിയുടെ ഇടപെടലായിരുന്നു. പിന്നീട് ഷിജോ പ്രസ്താവന ഇറക്കി. ഇത് ആഭ്യന്തര വകുപ്പിന് അവമതിപ്പുണ്ടാക്കിയെന്ന് കാണിച്ച് CPM ജില്ലാ സെക്രട്ടറി CV വർഗീസാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. മറുപടി തൃപ്തികരമല്ലെന്ന് കാണിച്ച് ഷിജോയെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു. വണ്ണപ്പുറത്ത് നടന്ന വണ്ണപ്പുറം, കാളിയാർ, മുള്ളരിക്കാട് ലോക്കൽ കമ്മിറ്റികളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിന് വിളിച്ചു ചേർത്ത ജനറൽ ബോഡി യോഗത്തിൽ ജില്ലാ സെക്രട്ടറി CV വർഗീസാണ് നടപടി പ്രഖ്യാപിച്ചത്. ഈ നടപടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. ജനറൽ ബോഡിയിൽ നിന്ന് 6 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും 3 ബ്രാഞ്ച് സെക്രട്ടറിമാരും ഉൾപ്പെടെ 30-ലധികം പേർ ഇറങ്ങിപ്പോയി. 9 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ രാജ്യസന്നദ്ധതയെ അറിയിച്ചു. പൊതുപ്രവർത്തകരോടും പൊതുജനങ്ങളോടും CI മോശമായി പെരുമാറുന്നുവെന്നായിരുന്നു പ്രധാന ആക്ഷേപം. സാധാരണക്കാർ പരാതിയുമായി ചെന്നാൽ പരാതിയില്ലെന്ന് എഴുതി വാങ്ങിക്കുന്നുവെന്നും CIയെ നിലയ്ക്ക് നിർത്താൻ മേലധികാരികൾ ഇടപെടണമെന്നും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ഇത് ആഭ്യന്തര വകുപ്പിനെ വിമർശിക്കുന്നതായി വ്യാഖ്യാനിക്കപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് ഷിജോ സെബാസ്റ്റ്യനോട് ജില്ലാ സെക്രട്ടറി വിശദീകരണം ചോദിച്ചത്. കരിമണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് വണ്ണപ്പുറം ലോക്കൽ കമ്മിറ്റി. ഏരിയ കമ്മിറ്റിയിൽ കുറച്ചു നാളുകളായി പ്രശ്നങ്ങൾ പോകുകയാണ്. ഏരിയ സെക്രട്ടറി അഴിമതി നടത്തുമെന്ന് ആരോപിച്ച ഒരു കുറിപ്പ് ഏതാനും ദിവസം മുൻപ് പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വണ്ണപ്പുറത്തെ നടപടിയും പുറത്തുവന്നത്.